തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അവിടെ ഇപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആ കോളേജിൻ്റെ ഒരു ഓവർവ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കോളേജിൻ്റെ ഓഫീസാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറിയിലേക്ക് എത്താം. ലൈബ്രറി 2 ഫ്ലോറായിട്ടാണ്. അതൊന്നും ഞാൻ കയറി കാണിച്ചില്ല. നല്ല വിശാലമായ ലൈബ്രറിയാണ്. ആൻഡ് ഇതിൻ്റെ നേരെ മേളിലാണ് കമ്പ്യൂട്ടർ സെൻറ്റർ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് അതിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇവിടെ കുട്ടികൾക്ക് ഇരിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാം. എക്സാം ടൈമൊക്കെ കുട്ടികൾ ആ ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ടാണ് പഠിക്കുന്നത്. ഇത് റൈറ്റ് സൈഡുള്ള വ്യൂ ആണ്. സോ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു 2 പേപ്പേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആ പേപ്പേഴ്സ് വാങ്ങിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ ലാബ്. അങ്ങനെ അകത്ത് കയറിയിട്ട് കാണിക്കുന്നില്ല, പക്ഷെ നല്ല കുറേ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ലാബാണ്. ഇവിടെ നമുക്ക് ഏത് സമയം വേണമെങ്കിലും വന്നിട്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്യാം. ഇവിടെ ഒരു കുന്നിൻ ചെരുവാണ്. എന്താ പറയുക, നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയും മനസ്സിന് നല്ല കുളിർമയൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ പ്ലേസാണിത്. സോ നമ്മുടെ കോളേജ് എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. കുണ്ടൂർ മല എന്നാണ് പറയുക. സോ ഈ മലയുടെ മുകളിൽ നമ്മുടെ കോളേജാണ്. ഇതിന് ചുറ്റും കാണുന്നത് കുന്നിൻ ചെരുവും അവിടെയുള്ള എന്താ പറയുക മരങ്ങളും കാടും ചെടിയും അങ്ങനെയൊക്കെയാണ്. ഇവിടെ നേരെ ബാക്കിൽ കണ്ടോ, അങ്ങ് ദൂരെ കാണുന്നത് കടലാണ്. അപ്പം നമുക്ക് ക്ലാസ്സിൽ നിന്നൊക്കെ കടൽ നോക്കിയിരിക്കാം. ഇറ്റ്സ് ലൈക്ക് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ സൈഡിലെ പാർക്കിംഗ് ഏരിയ ആണ്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കോളേജ് ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ ഇതാണ് കോളേജ് ഗ്രൗണ്ട്. കോളേജ് ഗ്രൗണ്ടിൽ എല്ലാ ഇയറും സ്പോർട്സും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ക്രിക്കറ്റ് മത്സരവും ഫുട്ബോൾ മത്സരവും ഒക്കെ നടക്കാറുണ്ട്. ആൻഡ് അതിൻ്റെ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങാണ് ക്യാൻറ്റീൻ. ക്യാൻറ്റീനും എന്താ പറയുക അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഈ ഒരു ക്യാൻറ്റീനിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു. ഇതാട്ടോ ലേഡീസ് ഹോസ്റ്റൽ. നമ്മുടെ കോളേജിൽ ബോയ്സ് ഹോസ്റ്റലില്ല, അവർക്ക് PG എടുക്കണം. ആൻഡ് ഗേൾസ് ഹോസ്റ്റലുണ്ട്, അത് കോളേജിൻ്റെ നിയർ ബൈ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കോളേജ് ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണെന്ന്. കുന്നിൻ്റെ ചെരുവിലൊക്കെ നമ്മുടെ കോളേജിൻ്റെ സ്ഥലം തന്നെയാണ്. ഇത് കോളേജിൻ്റെ ഓഡിറ്റോറിയം കേട്ടോ. ഇതിന് ബാക്കിൽ ലാബ് കാര്യങ്ങൾ, ഇത് പണ്ടത്തെ ക്യാൻറ്റീനായിരുന്നു. ആൻഡ് ഇവിടെയാണ് ലാബ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു അടിപൊളി വൈബൊക്കെയുള്ള സ്ഥലമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ നയനാർ റോഡേക്ക് പോകുമ്പം ഒരു ഈസി ഷോർട്ട് കട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ കോളേജ് ഓഡിറ്റോറിയത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു വഴിയുണ്ട്. ഈ വഴിയിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നയനാർ റോഡേക്ക് എത്താൻ പറ്റും. സോ ഇവിടുന്ന് ഈ ഒരു ജസ്റ്റ് ഷോർട്ട് കട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ചെറിയ റോഡ് കാണാൻ വേണ്ടി പറ്റും. ആ റോഡിലേക്ക് മീൻസ് അവിടെ വരെ വാഹനങ്ങൾ വരും, പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് വാഹനങ്ങൾ വരില്ല. സോ നടന്നിട്ട് തന്നെ ഇറങ്ങണം. ആൻഡ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഒരു ഇറക്കമാണ്. ഈ ഒരു ഇറക്കത്തിൽ കൂടെ നടക്കുമ്പം എനിക്കെപ്പോഴും ലൈക്ക് ഒരു ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മിസ് ചെയ്യുമായിരുന്നു. എന്തോ എനിക്ക് ആ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ ക്ലാസ്സിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് മിക്ക കുട്ടികളും ക്ലാസ് കഴിഞ്ഞാൽ ഈ ഒരു വഴിക്കാണ് നടന്നിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വഴിയിലാണ് നടക്കുന്നത്. ഇവിടുന്ന് റൈറ്റ് ടേൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു റോഡിനെ ഫോളോ ചെയ്യാണ് വേണ്ടത്. ഈ ഒരു റോഡ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു റോഡുമായിട്ട് ജോയിൻ ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ജംഗ്ഷൻ. ഇവിടുന്ന് നിങ്ങൾ ലെഫ്റ്റ് ടേൺ ആണ് എടുക്കേണ്ടത്. ആ ഒരു പ്രതീക്ഷ ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ സൈഡിൽ കൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നയനാർ റോഡ് എത്താൻ പറ്റും. നയനാർ റോഡ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലശ്ശേരിക്കാണെങ്കിലും കൂത്തുപറമ്പേക്കാണെങ്കിലുള്ള ബസ് കിട്ടും. കോളേജിൽ പോയി ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഒരു കോക്ടെയിലൊക്കെ കുടിച്ച് എന്താ പറയുക കുറച്ച് നേരം വായിക്കുകയൊക്കെ ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.